സ്വർണ്ണവില കുതിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് സാധാരണക്കാരനും സ്വർണം ഡിജിറ്റലായും നേരിട്ടും വാങ്ങാൻ കഴിയുന്ന വിപണന രീതിയാണ് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആരംഭിച്ചിരിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ജ്വല്ലറി ഔട്ട്ലെറ്റാണ് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കേരളത്തിൽ 7 ഷോപ്പുകളാണ് സ്പർശ ഗോൾഡിനുള്ളത്. അതിൽ 7ാമത്തെ ഷോപ്പാണ് ചെറുവഴിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു കോർപ്പറേറ്റ് രീതി അവലംബിക്കുകയാണ് ലക്ഷ്യം. നമുക്കറിയാം, ഇന്ന് സ്വർണ്ണവില നല്ല രീതിയിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതൊരു സാധാരണക്കാരനും സ്വർണം തൊട്ടുകൊണ്ട് ഡിജിറ്റലായിട്ടും നേരിട്ടും പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു വിപണന രീതിയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 7 ഷോപ്പുകൾ പറഞ്ഞു ഓൾറെഡി. ചെറുപുഴ 7ാമത്തേതാണ്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളത് തിരൂര് നമ്മുടെ ഒരു ഷോപ്പ് ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. അത് ഈ മലബാർ മേഖലയിൽ തന്നെയാണ്. അതുകൂടാതെ കാഞ്ഞിരമറ്റത്ത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഷോപ്പ് നമുക്കുണ്ട്. പിന്നെ എടപ്പള്ളിയിലുണ്ട്, എറണാകുളത്ത്, കോട്ടയ്ക്കിൽ നമുക്ക് ഷോപ്പുണ്ട്. അങ്ങനെ 7ഓളം ഷോപ്പുകൾ പറയുകയാണെങ്കിൽ ഒരുപാട് ഷോപ്പുകൾ നമുക്ക് പറയാനുണ്ട്. ഇനിയും പല ഭാഗത്തൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരിക്കലും ഒരു കോർപ്പറേറ്റ് ആണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ജനങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു കോർപ്പറേറ്റ് രീതി അവലംബിക്കുക സ്വർണ്ണത്തിൽ എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പരമ്പരാഗതവും നവീനവുമായ രീതികളെ സമന്വയിപ്പിച്ച് മുന്നോട്ടു പോകുകയും ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി കസ്റ്റമേഴ്സിനെ കണ്ടെത്തുകയും അങ്ങനെ സ്പർശ എന്ന വാക്കിന്റെ അർത്ഥം കസ്റ്റമേഴ്സുമായുള്ള മികച്ച ബന്ധത്തിലൂടെ ജനഹൃദയങ്ങളിൽ എത്തിക്കുകയും അതുവഴി സ്വർണ്ണവിലയെ ഭയപ്പെടാതെ സ്വർണം വാങ്ങാൻ കഴിയുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്പർശ ഗോൾഡിന്റെ പ്രവർത്തനമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ആ സമയത്ത് കീപാഡ് ഫോൺസ് ആയിരുന്നു എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. നമ്മൾ ചിന്തിച്ചൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള റെവല്യൂഷൻ വരാൻ പോകുന്നത് ടെക്നോളജിയിലാണ്. കാരണം ഇന്ന് AI പോലുള്ള സാങ്കേതിക വിദ്യ ഇറങ്ങുന്ന ഫോണുകൾ, സ്മാർട്ട് ഫോൺസ് ഓൾറെഡി എന്തായി കഴിഞ്ഞു, ആളുകളുടെ കൈവശമായി കഴിഞ്ഞു. അപ്പോൾ ആ സാധ്യത വെച്ചുകൊണ്ട് നമുക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിയിട്ടുള്ള നമ്മുടെ മേഖലയെ, ഗോൾഡ് എന്ന് പറയുന്ന ആ ഒരു ഇൻഡസ്ട്രീനെ ഈ ഒരു ടെക്നോളജിയുമായിട്ട് ആഡ് ചെയ്തുകൊണ്ട് മാർക്കറ്റിലുള്ള കസ്റ്റമേഴ്സിലേക്ക് ഈസി ആയിട്ട് റീച്ച് ചെയ്യുക എന്നുള്ളൊരു മാർക്കറ്റിംഗ് രീതി മാത്രമാണ് ഞങ്ങൾ അത് ആവിഷ്കരിച്ചത്. അത് ഏറ്റെടുത്ത ചില ആളുകൾ, അതിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ, ഈ പറയുന്ന എക്സിക്യൂട്ടീവായിട്ട് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ പല രൂപത്തിലും അതിനെ പറഞ്ഞുകൊണ്ടുള്ള വ്യത്യാസങ്ങളിൽ ആളുകൾ കേട്ടുപോയതാണ് ശരിക്കും. കസ്റ്റമേഴ്സിന് അത്രയും ഓപ്പർച്യൂണിറ്റി ഓഫ് ബൈയിങ് വരും അല്ലേ? ഓപ്പർച്യൂണിറ്റി എപ്പോഴാണ് ഒരു കസ്റ്റമർ ബൈ ചെയ്യാൻ പോണത്, അവൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നതാണ്. ഈ സ്വർണ്ണം ആയതുകൊണ്ട് എക്സ്പെൻസീവ് ആണ് അല്ലേ? അപ്പൊ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓർണമെന്റ്സ് വരുന്നു എന്ന് പറയുമ്പോൾ ഇനി 5ാമത് വന്നാലും ഞങ്ങൾക്കും സന്തോഷമാണ്, ഞങ്ങളെ കച്ചവടം കൂടും. സ്വർണ്ണം 8000ലേക്ക് കിടക്കും. അപ്പൊ ആ ഒരു സമയത്ത് ഭയക്കാതെ നമുക്ക് സ്വർണം മേടിക്കാൻ സ്പർശ നമ്മളെ സഹായിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാം. ആളുകളെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളൊരു കാര്യം മാന്യമായ ന്യായമായ പണിക്കൂലി. ആ ഓർണമെന്റിന് എന്താണോ കോസ്റ്റ് വരുന്നത് അതിന്റെ ഒരു സെർട്ടൻ എമൗണ്ട് കൂടി കൂടുതൽ. അപ്പൊ കമ്പനി റൺ ചെയ്യണമെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള ഇത് ചെയ്യാം. അതുപോലെ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഡിസൈനിങ് എല്ലാം ക്യാഡിംഗ് മോഡലിൽ AI സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഡിസൈൻസും കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഒരു കസ്റ്റമർക്ക് എത്ര പവനിലാണോ ഗോൾഡ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്തുകൊണ്ട് അവരുടെ ബഡ്ജറ്റിനനുസരിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില കൂടുന്നതിനെ ഭയക്കാതെ അവരുടെ പോക്കറ്റിലുള്ള കാശ് കൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈൽ ഓഫ് ബിസിനസ്. അപ്പോൾ അതിനുവേണ്ടി ഷോപ്പ് വിസിറ്റ് ചെയ്യാനോ ഇതിനോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവർക്ക് ഓൺലൈനായിട്ട് സെലക്ട് ചെയ്യാനും നമ്മുടെ കോൺസെപ്റ്റ് തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലത്തെ പെൺകുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അധികം ആർഭാടമായിട്ട് സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നതിനോട് വലിയ അഭിപ്രായമില്ലാത്ത ആളുകളാണ്. അപ്പൊ അവർക്ക് സിമ്പിൾ ആയിട്ടുള്ള, ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ 1.5 ഗ്രാം മുതലുള്ള കളക്ഷൻസ് ഉണ്ട്, 200-300 മില്ലി മുതലുള്ള കിഡ്സ് ബാംഗിൾസ് ഉണ്ട്. അതുപോലെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് 4 ഗ്രാംസ് 3 ഗ്രാംസിലൊക്കെ നെക്ലസുകൾ, വേറെ രീതിയിലുള്ള ഓർണമെന്റ്സ് ഉണ്ട്. ശരിക്കും പറയാൻ കഴിഞ്ഞാൽ ഒരു 3-4 പവൻ കൊണ്ടൊക്കെ വേണമെങ്കിൽ ഒരു കല്യാണ പാർട്ടി നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഓർണമെന്റ്സ് നമുക്ക് ഫോക്കസ് ചെയ്യാം. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ രാകേഷ് രവീന്ദ്രൻ, ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രജീഷ് രാജൻ, ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ രമേശ് രവീന്ദ്രൻ, ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ അജിത് മോഹൻ, ചെയർമാൻ മാനേജർമാരായ വിപിൻ, ഷിജിൻ, ബ്രാൻഡിംഗ് എക്സിക്യൂട്ടീവ് അൻവർ റാഷിദ്, സെയിൽസ് എക്സിക്യൂട്ടീവ്സായ ആന്റണി പുത്തമ്പര, സന്തോഷ് തോമസ് എന്നിവർ പങ്കെടുത്തു.